താമസമാണ് 5 മിനിറ്റ് വരും വിചാരിക്കുന്നു. അത് 1 മണിക്ക് വരും. അപ്പൊ അങ്ങനെ അയവറക്കാറുള്ള ഒരു വെച്ചിരിക്കുന്നുണ്ട്. അയവറക്കുകയാണ്. അത് വളരെ രസകരമായ ക്ലാസ്സൊക്കെ ആയിരുന്നു. എല്ലാം ഭയങ്കര രസമായിരുന്നു. അന്ന് പലരും എല്ലാവരും അപ്പുറത്തെ ക്ലാസ്സുകളായിരുന്നു. പിന്നീട് ശേഷം കൂടുതൽ അടുത്ത സമയത്ത് അഞ്ചാറോട്ടായില്ലേ നമ്മുടെ ഓർക്കിഡ് വെച്ചു, ബീച്ച് ഓർക്കിഡ് വെച്ച് വീണ്ടും അസംബ്ലി നടന്നു. ഇപ്പോൾ ഇച്ചിരി വിശാലമാക്കി എല്ലാവരും കൂടെ നമ്മുടെ സുഹൃത്തിന് ഒരു സ്വീകരണം കൊടുക്കാനുള്ളതാണ് വന്നതോടുകൂടിയാണ് ഇന്ന് അസംബ്ലി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അദ്ദേഹത്തിനോടുകൂടിയുള്ള ഒരു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മെമ്മറ്റോ കൊടുക്കുന്നു. അത്രയൊക്കെ എങ്കിലും അയവറക്കാൻ സമയം കാണാനെല്ലാം തോന്നുന്നു. അതുകൊണ്ട് അദ്ദേഹം വരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വന്ന് എന്നെ സംബന്ധിച്ചോളം എൻ്റെ അടുത്ത ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും. പലരും മറ്റു ചിത്രയൊക്കെ ഞങ്ങൾ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ നവംബറിലായിരുന്നു എൻ്റെ 71 വയസ്സാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ജനുവരി കുറയാതെയൊക്കെ കാണുമെന്ന് വിചാരിക്കും. അത് പുറത്തു പറയാൻ പറ്റുന്നില്ല. എല്ലാവരും അപ്പോൾ എനിക്ക് നവംബറിലായിരുന്നു. അപ്പൊ എനിക്ക് 3 കുട്ടികളാണുള്ളത്. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. മൂത്തത് ആ പയ്യനാണ്. അയാൾക്ക് 5 വയസ്സുള്ള കുട്ടിയുണ്ട്. രണ്ടാമത്തത് മോളാണ്. അവർക്ക് ചിത്രലാണ്. അവർക്കും ഒരു മോനുണ്ട്. വളരെ ലേറ്റായിട്ടാണ് അവർക്ക് പുറത്തുണ്ടായത്. പിന്നെ മൂന്നാമതൊരു പയ്യൻ ബിക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും ആയിട്ടില്ല, ബിസിനസ്സും ആയിട്ടില്ല. ബിസിനസ് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പല ബിസിനസ്സും ചെയ്തു. പിന്നെ വിദ്യാഭ്യാസത്തിലൂടെ ഇറങ്ങി അതിൻ്റെതായിരുന്ന അവസാനം ചെയ്തു. NIF പറഞ്ഞിട്ട് കേട്ടത്. NIF ഫൈനാൻസ് സെഫ്റ്റി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് 10-25 കൊല്ലം. എനിക്ക് നാഗർകോവിൽ, ട്രിവാൻഡ്രം, ആറ്റിങ്ങലിങ്ങ, കായംകുളം വരെ എനിക്ക് ബ്രാൻഡും ഉണ്ടായിരുന്നു. 10-65 വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ. എന്നെക്കാൾ ക്വാളിഫൈഡുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു സ്റ്റാഫ്. ഇങ്ങനത്തെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് രാഷ്ട്രീയമുള്ള ഫാമിലിയാണ് ജനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം അഭിസോട് പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടാണ് ഇലക്ഷന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ മോശം ടെസ്റ്റ് ഉണ്ടാക്കിയിട്ട് റിസൾട്ട് എന്തായാലും അറിയില്ല. അതാണ് അൻസി വിളിച്ചു പറഞ്ഞത് 126 വോട്ട് ജയിച്ചു. അന്നേരം തന്നെയാണ് നമ്മൾ അറിയിച്ചു. അങ്ങനെയാണ് അന്നത്തെ ഈ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം കാണുന്നത്. ഞങ്ങൾ ബീച്ചിലാണ് പോകുന്നത്. ഓഫീസിൽ സൈക്കിളുണ്ട്. ഓഫീസ് സൈക്കിൾ കൊണ്ട് ഹൈസ്കൂളിൽ നിൽക്കുന്നത് നാളെ ബീച്ചിൽ പോകും. അന്ന് കൂടെ ഈ മുരുകാന്റെ ഓഫീസിൽ നോർമലൈസ് ഫോട്ടോ ഉണ്ട്. ഫയൽമാൻ മുമ്പ് ഒരു ഫോട്ടോ ഉണ്ട്. ഓപ്പോസിറ്റ് മുരുകൻ എന്ന് പറഞ്ഞായിരുന്നു. അതിനപ്പുറത്താണ് സ്വർണ്ണ മാർക്കറ്റിന് ഓപ്പോസിറ്റ് സ്വർണ്ണ ഹോട്ടൽ. അപ്പൊ ഞങ്ങൾ പൈസ കാപ്പൂടി ഓഫീസിൽ നമുക്ക് ഇങ്ങനെ വിറ്റ് വന്നാൽ ഞാൻ ബാക്കി ആലോചിച്ച് കൊടുക്കണം തീരുമാനിച്ചു. അവരെല്ലാം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളെ IAS നോക്കുകയാണ്. എൻ്റെ പ്രിയരായിട്ടുള്ള സുഹൃത്ത് സദാനന്ദൻ, അങ്ങനെ പല സുഹൃത്തുക്കളുണ്ട്. ലക്ഷ്മണ കൃഷ്ണമൂർത്തി പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെല്ലാം ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാൻ കിട്ടുന്ന അവസരം കൂടിയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ പറയുമ്പോഴാണ് നമുക്ക് അതിനൊരു കൂടുതൽ സ്നേഹം നിലനിർത്തുന്നത്. അപ്പോൾ ശ്രീ ആഫീസ് ഏതാനും നിമിഷത്തോളം കൂടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഇരിക്കുന്ന സഹപാഠികൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഞങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹം. ഇനി എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പേര് സലാഹുദ്ദീൻ. TKM വർക്ക് ചെയ്യുന്ന ആളാണ്. റിട്ടയർ ചെയ്തു. ഞാൻ സെക്രട്ടേറിയറ്റിലായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്ത് 10-15 വർഷത്തിൽ കൂടുതലായി. 2 മക്കളാണ്. മൂത്ത മകൻ അദ്ദേഹം MSc സീനിയർ MBA ഹെൽത്ത് സയൻസ് എടുത്തിട്ട് ഗൾഫിലെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തു.
അതിൻ്റെ എനിക്ക് തോന്നുന്നു 1/1/2017 ഗ്രൂപ്പ് ഉണ്ടാക്കി. 1/1/2017 ഈ ഗ്രൂപ്പ് നിലവിൽ വന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിലവിൽ വന്നപ്പോൾ നമ്മൾ 10ാം ക്ലാസ് A, B എന്ന ഡിവിഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മളെ സുഹൃത്ത് ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചെയ്യാൻ ചേർന്നു സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ. 10C. അപ്പോൾ അങ്ങനെ നമ്മൾ 10A, B and C ആക്കി. പിന്നെ ഷെരീഫും 10Cയിലുണ്ടായിരുന്ന ഷെരീഫ് ആദ്യകാലഘട്ടത്തിൽ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ ഫംഗ്ഷന് പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 3 ഡിവിഷനോട് ചേർത്തുകൊണ്ടുള്ള ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എന്താ പറയുക റീയൂണിയൻ നമ്മൾ കൊല്ലം ബീച്ച് ഹോട്ടലിൽ ഏകദേശം 2017 തന്നെ അതിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക സ്രോതസ്സായിട്ട് നമ്മൾ കണ്ടത് നമ്മളുടെ സുഹൃത്തും നമ്മുടെ അഭ്യുദയകാംക്ഷയുമായ മുക്താറിനെ. ഇതൊന്നും ആരൊന്നും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതല്ല, അത് അങ്ങനെ സംഭവിച്ചു പോകുന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഒരു കാരണമായത് നമ്മുടെ ഹഫീസ്, നമ്മുടെ സഹപാഠിയായ ഹഫീസിന് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടാനുള്ള ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു സംഗതി ആയിട്ടുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ ഇനിയും അദ്ദേഹത്തിന് ഇതിനേക്കാൾ ഉയർന്ന പദവികൾ കിട്ടണ്ടേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്ക് പിന്നെയും കൂടാമല്ലോ. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ 71 SSLC ശേഷം 2 കൊല്ലം നമ്മുടെ ഫാത്തിമ കോളേജിൽ പ്രീ ഡിഗ്രിയായി. പ്രീ ഡിഗ്രി 73 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4 കൊല്ലം TK കോളേജിൽ BSc എഞ്ചിനീയറിംഗ് KSCയിൽ കിട്ടി. അപ്രന്റീസായിട്ടാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് അപ്രന്റീസാണ് പറയുന്നത് സ്റ്റൈൽ. അപ്പോൾ അതിന് നമ്മൾ അന്ന് ആദ്യം ജോലിയൊന്നുമില്ല, ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുനലൂർ പേപ്പർ മില്ലിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പലുണ്ട്, TK കോളേജിലെ പ്രിൻസിപ്പൽ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇതുപോലെ നമുക്ക് അവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ അവിടെ വേണ്ടി വരും, നിങ്ങളൊന്ന് പോകണമെന്ന്. സന്തതം ചരകാരിയൊരു ചിത്രചാരുണിയും അന്ധചാരുകടാക്ഷമാലകൾ അകരശ്മിയിൽ നീട്ടിയും ചിന്തയാ മണിമന്ദിരത്തിൽ ഇളങ്ങുമീശനെ വാഴുവിൻ. ഇന്നത്തെ ഈ ദിനം സൗഹൃദ സംഗമം സ്വീകരണവും മഹത്തരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനം. സത്യത്തിൽ ഈ സെൻറ്റ് അലോഷ്യസ് SSLC ഗ്രൂപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1/1/1917 നേരത്തെ സംസാരിച്ച് ബാലകൃഷ്ണൻ ഒക്കെ പറഞ്ഞ പോലെ 1/1/2017 ഈ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ എന്ന് പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷും പിന്നെ അതുപോലെ തന്നെ ബാലചന്ദ്രനും ഞങ്ങൾ ഉൾപ്പെടുന്ന, ഞാൻ എല്ലാവരെയും പേരൊന്നും പറയുന്നില്ല, അവർ കൂടി ഒരുമിച്ച് ആയി 2017 തന്നെ ബീച്ച് ഹോട്ടലിൽ വെച്ചൊരു ആദ്യത്തെ ഒരു റീയൂണിയൻ ഉണ്ടായി. അന്ന് അതിൻ്റെ മുക്താറിൻ്റെ പ്രസംഗത്തിലായിരുന്നു നമ്മൾ അന്ന് അത് ചെയ്തത്. അതിനുശേഷം പിന്നെ ഇത്ര നാളായിട്ട് എന്തെങ്കിലും കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മരണാനന്തര കർമ്മങ്ങളിൽ പിന്നെ കുറച്ച് പേരൊക്കെ ഈ കൂട്ടത്തിൽ നിന്ന് വരും. എല്ലാവരെയും മെസ്സേജ് ഇട്ട് അറിയിക്കണമെങ്കിൽ പലർക്കും സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇനി അതൊന്നും പോരാ, കുറച്ചുകൂടെയൊക്കെ നമ്മളൊക്കെ 10-70 വയസ്സൊക്കെ ആയിട്ടുണ്ട്. എല്ലാത്തിനും ഒന്ന് സഹായിച്ച് മെസ്സേജൊക്കെ ഇടാൻ പറ്റുന്നവർ ഇടുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾ അന്ന് ഈ നമ്മുടെ മാസ്റ്റർ വില്യം സാറ് അദ്ദേഹം ഈ പോക്കറ്റിൽ 2 പോക്കറ്റിലൂടെ കൈ ഇട്ടിട്ട് സ്കൂളിന് മുമ്പിൽ 9:00-ക്ക് ശേഷം വരുന്ന ആളുകൾ ആരാ എന്ന് നോക്കാനായിട്ട് നിൽപ്പുണ്ട്. ഈ
ദൂരെ നിന്ന് വരുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടത്തെ കാലത്ത് കുട്ടികൾ അദ്ദേഹത്തിന്റെ നിൽപ്പ് കണ്ടപ്പോൾ മൂത്രമൊഴിച്ചു പോകുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം വ്യത്യാസം മാറിയത്. അപ്പൊ അത് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സ്കൂളിൽ ഫുട്ബോൾ ടീമിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ക്യാപ്റ്റൻ ആയിരുന്നു നിസാറാണ്. സ്കൂൾ ടീമിന്റെ അന്നത്തെ ഫുട്ബോൾ ടീമിൽ നിസാറായിരുന്നു ക്യാപ്റ്റൻ. അന്നൊരു പാസ്കൽ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് മരിച്ചു പോയി. ഇല്ല ഇല്ല ഉണ്ടോ? എനിക്ക് ഞാൻ കേട്ടത് ആ പാസ്കൽ. അപ്പോ എന്റെ ഒരു ഓർമ്മ അദ്ദേഹം അയാളായിരുന്നു വന്നത് ഗോളിയൊക്കെ. അപ്പൊ അന്ന് ആ കളിച്ച കളി അത് പറഞ്ഞില്ല, അന്നത് വേറെ കൊടുത്തതല്ലായിരുന്നു. അന്ന് ഈ നിസാറിനൊക്കെ ഓർമ്മ കൊട്ടിയത്തേക്ക് കളിക്കാൻ പോകുമ്പോ ജേഴ്സി വീട്ടിൽ കൊണ്ടുപോയെന്ന് ചോദിച്ചൊരു കളി കഴിയുന്ന ഉടനെ നമ്മുടെ മാടൻ എന്നൊരാളുണ്ട്. അന്ന് ആ വിയർപ്പ് ഉണങ്ങുന്നതിന് കഴുകിക്കൊണ്ട് വരാന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്നില്ലെന്ന് വെച്ച് കൂടെ വെച്ച് ഊരി വന്നമായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് കോളേജ് കോളേജൊക്കെ പിന്നെ കുറെ നാൾ കളിച്ചതാണ്. പിന്നെയാണ് പൂർണ്ണസമയം രാഷ്ട്രീയമായിട്ട് വന്നപ്പോൾ എന്നെ ഫുട്ബോളിലേക്ക് നിർത്തിയത്. അപ്പൊ ശരിക്കും എത്രയോ അനുഭവം ഞാൻ അങ്ങനെ ഓർക്കുകയായിരുന്നു. നമുക്ക് അവിടെ ആ സ്റ്റേഡിയം, നമ്മുടെ ആ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിന്റെ അടുത്ത് ജനലിന്റെ അടുത്ത് നിന്നാണ് ഓരോ വർഷത്തെയും റിസൾട്ട് വിളിച്ചു പറയുമ്പോൾ നമ്മള് മെക്കിക്കൂടെയാണല്ലോ ആരൊക്കെ ജയിച്ചു ആരൊക്കെ തോറ്റെന്ന് പറയുന്നത് സെന്റ് ലൂഷ്യസിന്റെ. അപ്പൊ അത് നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിന്ന ഒരു അനുഭവം ആ സ്കൂളിൽ. അന്ന് അധികം ഇത്രയും ഇപ്പോൾ ഒരുപാട് പ്രോജക്റ്റൊക്കെ എനിക്ക് തോന്നുന്ന ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഈ അന്ന് സ്കൂളിൽ ഇറങ്ങിയതിനു ശേഷം ഈ സെന്റ് ലൂഷ്യസിന്റെ മുറ്റത്ത് പോകാൻ എനിക്ക് സംശയം. ഇടയ്ക്കും സെന്റർ ആയിരുന്നു സെന്റ് ലൂഷ്യസ് സ്കൂള്. അപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. ഇത് പാർലമെന്റ് ഇലക്ഷൻ എൻ്റെ ഓർമ്മ. സെന്റ് ലൂഷ്യസ് സ്കൂളിലായിരുന്നു അന്ന് ഈ പ്രമേയത്തിന്റെ ഇലക്ഷൻ സമയത്താണ്. അതിന് ശേഷം അതിന് ഞാൻ അവിടെ പോയാൽ ഓർക്കുന്നില്ല. ഞാൻ ആദ്യത്തെ ഒരു അനുഭവം പോലെ പഴയ നമ്മുടെ ക്രാഫ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അവിടെ എല്ലാം ഇപ്പൊ ബിൽഡിങ് വന്നു, പുറകിൽ ബിൽഡിങ് വന്നു. ആ സൈഡിലത്തെ ആ ഒരു ഹാള് മാത്രമാണ് മാറ്റില്ലാതെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഹാളിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചത്. അപ്പൊ ശരിക്കും ഇപ്പൊ നമ്മളിൽ ഈ മിക്കവാറും ആളുകളൊക്കെ ഇപ്പൊ രവിയൊക്കെ വല്ലപ്പോഴും മാത്രമായിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പൊ മുക്താറിനെയൊക്കെ മിക്കപ്പോഴും പള്ളിയിൽ വെച്ച് കാണാറുണ്ട്, അല്ലാതെ കാണാറുണ്ട്. കാരണം മുക്താറിന്റെയൊക്കെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ മുക്താർ കാരണം എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് വാപ്പാടിയിൽ. ഞങ്ങൾ ഒരുമിച്ച് ഈ മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോൾ മുക്താറിനെ എന്തോ കാലുകൊണ്ട് തട്ടിയെന്നോ എന്തോ പറഞ്ഞിട്ട് വാപ്പ ഇറങ്ങി വന്നിട്ട് എന്നെ പൊതുവെ തല്ലിയൊരു സന്ദർഭമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് തിരിച്ച് പിന്നെ ആ വിഷമം കാരണം ആ ആയ ഒരു പ്രാവശ്യം എന്നെ അടിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. ശരിക്കും മുസ്ലിം ഈ പിന്നെ ചൂരല് വാങ്ങിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ഞാനത് പറയാൻ കാരണം കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം. ഇന്ന് കുട്ടികൾക്ക് ഇപ്പം ഫയലാനോട്ടല്ല 10 ദിവസം വാങ്ങിച്ചു കൊടുത്താൽ ഇപ്പം നിസ്സാരമായിട്ട് കളിയാണ്. അന്നത്തെ കാലത്ത് എൻ്റെ മനോവിഷമം മാറാൻ മാപ്പ വാങ്ങി തന്ന സാധനം ഫയലാനോട്ടല്ല 10 ദിവസം. ഇന്നിപ്പോ നമുക്ക് അപ്പൊ ഞാൻ അവിടെ ചില ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ഇന്നിപ്പോ ബർഗറും അതിൻ്റെ തന്നെ ഇപ്പം അൽഫാമും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളാണ് പോലും ക്യാൻസർ വരുന്നത്. എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഭാര്യ കുടുംബത്തിൽ ഒരു 10-14 പേരാണ് ഈ അടുത്ത കാലത്ത് ക്യാൻസർ ബാധിതരായിട്ട്. അത് 8 പേര് മരിച്ചു. ഇനി 6 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ സമീകൃത ഭക്ഷണ രീതി എന്നൊക്കെ പറയാമെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോളൊരു ഡോക്ടറുണ്ട് മൂത്തവള്. അവിടെ 2 കുട്ടികൾക്കും ഈ ഇത്തരം ഫുഡല്ലാതെ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഇപ്പോഴത്തെ കാലഘട്ടത്ത് ധാരാളം ഓർഡർ ചെയ്താൽ അവിടെ തന്നെ കൊണ്ടുവരാൻ കഴിയുന്ന സിസ്റ്റം സംവിധാനം ഉള്ളതുകൊണ്ട് അപ്പോഴത്തന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. എല്ലാ ദിവസവും ഇത് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ ആവശ്യത്തിലാണ് വണ്ണം വയ്ക്കുന്നു. ഞങ്ങളൊക്കെ തന്നെ നമുക്കറിയാം പണ്ട് വരെ വണ്ണം വളരെ സ്വഭാവ രീതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അങ്ങനെയല്ല. നമുക്ക് ശരിക്കും ഞാൻ പറയാം ഈ ചില കുട്ടികൾ ഇതേ സമയത്ത് തന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു അനുഭവം. എൻ്റെ ഭാര്യ വീട്ടിൽ ക്യാൻസർ വന്ന 3 വയസ്സുള്ള കുട്ടിയുണ്ട്. ഇപ്പൊ ആ കുട്ടിക്ക് 10 വയസ്സ് കഴിഞ്ഞു. ക്യാൻസറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആയുർവേദ ട്രീറ്റ്മെന്റിൽ കൂടിയാണ് അതിന് അസുഖം മാറിയത്. പക്ഷെ അന്ന് മുതൽ പൂർണ്ണ വെജിറ്റേറിയനാണ്. ഇപ്പൊ ഈ പ്രായം ഞാനിപ്പോ 70 വയസ്സ് കഴിഞ്ഞ് 3 മാസമായി. പക്ഷേ ഇപ്പോഴും കഴിക്കണ്ട, ബീഫ് കഴിക്കണ്ട, മട്ടൻ കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പരിപാടികൾക്കൊക്കെ കൊണ്ട് നിരത്തി വെക്കുമ്പോൾ ഇപ്പോഴും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് നമ്മളത് കഴിച്ചു. ഇന്നും കൂടെ കഴിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇന്നും കൂടെയാണ്.
പക്ഷെ ആ 3 വയസ്സുള്ള കുട്ടി ഇപ്പോൾ 10 വയസ്സായി, ഇപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് പൂർണ്ണമായ വെജിറ്റേറിയനാണ്. എല്ലാവർക്കും ഈ നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേശപ്പുറത്ത് വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് വെച്ചാൽ എന്തൊക്കെ ഡിഷസ് ഉണ്ടെങ്കിലും ആ കൊച്ച് ഒരു മനസ്സുമില്ല, മനസ്സ് നിയന്ത്രിച്ചിട്ട് പറയും എനിക്ക് വെജിറ്റേറിയൻ മതി, എന്തായാലും മതി, ദോശ ഉണ്ടെങ്കിൽ ദോശയും മതി എന്ന് പറയും സ്ഥിരമാകും. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടുണ്ടായ മറ്റൊരു ഗുണം, ആ കുട്ടിയുടെ പിതാവും മാതാവും വെജിറ്റേറിയനായി മാറി പൂർണ്ണമായിട്ടും. വേറെ നോൺ വെജ് കഴിക്കുന്നില്ല. നമുക്ക് ഞാൻ അവിടെ സൂചിപ്പിച്ചത്, നമ്മളൊക്കെ പ്രായം കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി മാറ്റാനും ഒക്കെ കഴിയുമെന്നുള്ളത് ഞാൻ അവിടെ സൂചിപ്പിക്കുകയായിരുന്നു. ശരിക്കും നമ്മുടെയൊക്കെ ഇത്രയും കാലത്തിലുള്ള ബന്ധം അത് ഇത് മിക്ക തകരത്തിലുള്ളവരെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. എങ്കിലും നമ്മളൊക്കെ അവസാന ലാപ്പ് ഓടുന്നവരാണ് എന്നാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു വാക്ക് അല്ലേ. നമുക്ക് എത്ര കഴിഞ്ഞു പോയാലും നമുക്ക് പരമാവധി ജീവിക്കാൻ കഴിയുന്ന ഒരു കാലനൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയാൽ 3 പതിറ്റാണ്ടെന്നൊക്കെ പറയാം. അതിനപ്പുറത്തേക്ക് എന്തായാലും കാലഘട്ടത്തിലൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. എപ്പോൾ പഠിക്കും, പ്രായം മരണത്തിൻ്റെ കാര്യമൊന്നുമല്ല, പ്രായം ബുദ്ധിമുട്ടുമല്ല. എത്രയോ ചെറുപ്പം നമ്മളോട് പഠിച്ചിരുന്ന എത്രയോ ആളുകൾ എത്രയോ ചെറുപ്രായത്തിൽ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. കോളേജിൽ പഠിച്ചിരുന്നവരും പഠിച്ചിരുന്ന നിരവധി ആളുകളുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വിട്ടുപോയിട്ടുള്ളത്. മരണത്തിന് കാരണമല്ലെങ്കിൽ കൂടി ഉള്ള കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ തന്നെ ഇപ്പം അല്പം തിരക്ക് ചില സമയത്ത് കൂടുമ്പോൾ ഇവിടെ ഞാൻ സെക്കലോസിന്റെ ഗ്രൂപ്പിൽ ഞാൻ അതിനകത്ത് റിയാക്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാറൊന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും ഞാൻ ഇതിപ്പം ആൻസർ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് ആൻസർ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. ആൻസറിൽ നിന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആൻസറും അതുപോലെ തന്നെ നമ്മുടെ ചില ബാല്യത്തിൽ സുരേഷ് റഹീം, അപ്പൊ കാരണമൊന്നുമില്ല. എനിക്ക് ആരോഗ്യ ഒരു പ്രശ്നം നിലവിലും ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് അതെനിക്കില്ല, അങ്ങനെ അസുഖമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ നിൽക്കുന്ന പാർട്ടിയെ നിർബന്ധിച്ച് മത്സരിച്ചേ പറ്റൂ എന്ന നിലപാടെടുത്തു. ഏറ്റവും ഉയർന്ന നേതാക്കന്മാരെല്ലാം കൂടെ ഒരേപോലെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മുടെ സാധാരണ പഴയ കാലത്ത് തലയിൽ വരയുണ്ടെങ്കിൽ തലയിൽ ദൈവം വരച്ചിരുന്നു. ആ വരവിൻ്റെ ഭാഗ്യമാണ് ഞാൻ ജയിച്ചു. കോർപ്പറേഷൻ കൗൺസിലായിട്ട് ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ മേയറായി അവസരം കിട്ടി. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം എന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എന്നിൽ നിന്ന് എന്തെങ്കിലും അപാകതയോ പാളിച്ച് എവിടെയെങ്കിലും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോഴോ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോഴോ ഒരിക്കലും മനഃപൂർവ്വമായിട്ട് ഒരാളെയും ഞാൻ കാണാതെ പോവുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ഞാൻ ചെയ്യില്ല. അങ്ങനെ അഥവാ എവിടെയെങ്കിലും വെച്ചിട്ട് അനുഭവം എന്നെ തീർത്തും ധൈര്യമായി പിടിച്ചു നിർത്താനുള്ള എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യവും അധികാരം നേടുന്നുണ്ട്. നിങ്ങൾ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് സെലബ്രിറ്റി സ്കൂളിലെ ഫുട്ബോളില്ലേ ആ ഗ്രൗണ്ട് പറഞ്ഞപ്പോൾ. കാരണം അത് വീണ്ടും മുക്താറിന്റെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഈ വൈകുന്നേരം മുക്താറുമായിട്ട് ഒരുമിച്ച് കളിക്കുന്നതും ഫുട്ബോൾ കളിക്കുന്നതും ഇപ്പം സലാദിയും അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ഇപ്പം അസാദൊക്കെ അതിനടുത്തടുത്ത് ഈ പറയുന്ന എല്ലാവരും നമ്മളിപ്പോൾ നമുക്ക് പിന്നെ സ്ഥിരം കാണുന്നവരാണ്. സ്റ്റേറ്റൊക്കെ സർക്കാർ ഹോസ്പിറ്റലുകളും ഇടയ്ക്ക് കാണാത്തവരെങ്കിലും സർവ്വൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും കാണുന്നവരാണ്. അപ്പം അൻസാരിയും വെള്ളിയാഴ്ചകളിൽ കാണും. അപ്പോൾ എല്ലാവരും നമുക്ക് ഇവിടെ ഇരിക്കുന്നവരിലും സൗറാത്തറും ഒക്കെ നമുക്ക് സ്ഥിരമായി കാണുന്നവരാണ്. ഫെലിക്സും ഒക്കെ നമുക്ക് കാണുന്ന കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും മനസ്സും പേരും എല്ലാം താമസം എല്ലാം നമ്മളെ കുറിച്ച് എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. പക്ഷെ നിസാറിപ്പം കാണാറില്ലെന്നേ ഉള്ളൂ. താമസമൊക്കെ പഠിക്കുന്ന മുമ്പിലാണെങ്കിലും നിസാറിനെ അങ്ങനെ കാണാറില്ല. ആൻസറും ഒക്കെ നമ്മുടെ സ്ഥിരമായി കാണുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒക്കെ നമുക്ക് എല്ലാവരും ഒരേ ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. അന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് 54 വർഷം 55ാമത്തെ വർഷം കഴിയുന്നു. കാരണം എനിക്കും എൻ്റെ രാഷ്ട്രീയ ജീവിതവും 55 വർഷമാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് വിട്ടത് അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ്. ഞാൻ SSLC കഴിഞ്ഞ് പ്രിഡിഗ്രിക്ക് SN കോളേജിൽ നിന്ന് കയറിയ ദിവസം എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ KSUവിന് മെമ്പർഷിപ്പ് എടുത്തത്. അന്ന് മുതൽ ഞാൻ ഒരിക്കലും ആ പഠിക്കുന്ന കാലത്ത് നാളുകളിൽ ഒരു രാഷ്ട്രീയക്കാരനാകണം
കോളേജ് കഴിയുമ്പോൾ മിക്കവാറും രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ്. കാരണം വാപ്പായുമായിട്ട് ചേർന്ന് ബിസിനസ്സിലേക്ക് പോകണം, വാപ്പ ഇത് അനുവദിക്കത്തില്ല എന്ന് ധരിച്ചിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യവശാലോ എങ്ങനെയോ ഞാൻ അന്ന് മുതൽ കോളേജിൽ തന്നെ 3 പ്രാവശ്യം കോളേജിൽ ഭാരവാഹിയാൻ എനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് അന്ന് മുതൽ പാർട്ടിയിൽ ഇങ്ങനെ ഒരു സാധാരണ പ്രവർത്തകരെ പോലെ എനിക്ക് പലപ്പോഴും ഒരുപാട് അവസരങ്ങളൊക്കെ വന്നെങ്കിൽ ഞാൻ ഏറ്റവും പിന്നിൽ നിന്നിട്ട് ഇപ്പോൾ അവസാനം മാത്രം ഫ്രണ്ടിൽ വരാൻ അവസരം കിട്ടിയ ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പോയ വഴികളൊന്നും ഞാൻ മറക്കില്ല. നിങ്ങളുമായിട്ടുള്ള ബന്ധം കുറേ കൂടെ ഊഷ്മളമാക്കാൻ പറ്റുമെന്ന് ഇനി ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ പറ്റിയില്ലെങ്കിലും ഇനി ഞാൻ കൂടുതൽ ബന്ധങ്ങളുണ്ടാക്കുവാനും നിങ്ങൾ ഓരോരുത്തരുമായി കൂടുതൽ എടുക്കാനും ഒക്കെ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വേറെ ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല എന്നാലും അങ്ങനെ ഭാഷ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടയ്ക്കാരോ സംസാരിച്ച മുസ്താവാദാണ് ആരാധനയാരാണ്, അങ്ങനത്തെ ആരാധനയിൽ നമുക്കങ്ങനെ പറഞ്ഞുകൂടാ. നമുക്കൊരു മേയർ എന്ന നിലയിൽ വളരെ നമുക്ക് പറഞ്ഞാൽ മതി. മേയറല്ല, ഹഫീസാണ്. നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്നും ഹഫീസായിരിക്കും. കാരണം അത് മലയാള വാക്കിൽ അത് എഫക്റ്റീവ് ആവുന്നില്ല. നല്ലൊരു ലേസർ ഉണ്ടാക്കി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിന് ഞാനൊരു സ്വീകരണം ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ഒത്തുകൂടലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒത്തുകൂടലാണ്. ഈ ഒത്തുകൂടൽ സംഘടിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു.